സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഴം വെച്ച് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരം ഉണ്ടാക്കാം. അതിന് 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് 1/2 ടീസ്പൂൺ ഉപ്പുമിട്ട് ഒന്ന് ഇളക്കിയ ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഈ പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുത്ത ശേഷം ഗീ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റവയുടെ പച്ചമണം മാറുന്നതുവരെ വറുത്തെടുക്കാം. ഇത് നമുക്ക് ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ ചുട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. കറിയൊന്നുമില്ലാതെ കഴിക്കുകയും ചെയ്യാം. റവ പാകമായാൽ 3 നേന്ത്രപ്പഴം മിക്സിയിലടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കിയ ശർക്കര ഒഴിച്ചു കൊടുക്കാം. 200 ഗ്രാം ശർക്കരയാണ് ഉരുക്കി അരിച്ച് വെച്ചത്. മധുരം നിങ്ങൾ നോക്കി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഇത് ഞാൻ ഉരുക്കി അരിച്ച് വെച്ചത് മുഴുവനായി വേണ്ടി വരില്ല. ആ കൂട്ടെടുത്ത് അല്പം കഴിച്ച് മധുരമുണ്ടോ എന്ന് നോക്കിയ ശേഷം വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാവുന്നതാണ്. ഇനി അരമുറി തേങ്ങ ഒന്ന് മിക്സിയിൽ ഒതുക്കിയത് ഇട്ട് കൊടുക്കാം. ഇതിലെ വെള്ളമെല്ലാം വറ്റുന്നത് വരെ ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഈ പാകമാകുമ്പോൾ ഇത് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. ഇനി കുഴച്ച് വെച്ച മാവെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാവുന്നതാണ്. ഉള്ളിൽ വെക്കുന്ന കൂട്ട് പുറത്ത് വരാത്ത രീതിയിൽ പരത്തിയെടുക്കണം.
വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഇതിൻ്റെ പുറത്ത് തേച്ച് കൊടുക്കാം. ഗോതമ്പായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. വേണമെങ്കിൽ ഇത് വൈകുന്നേരം ചായക്ക് കടിയായും കഴിക്കാവുന്നതാണ്. ഇത് നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയുമായതുകൊണ്ട് ഹെൽത്തിയുമാണ്. അതുകൊണ്ട് നിങ്ങളും ഒന്ന് മറക്കാതെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെ എല്ലാം ചുട്ടെടുക്കാം. ഇതാകുമ്പോൾ കറി ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുകയും വേണ്ട. എവിടെയെങ്കിലും പോകുമ്പോൾ ചുട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. കൊറോണയുടെ കാലമായതുകൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ നല്ലതാണ് ചുട്ട് കൊണ്ടുപോകുന്നത്. ഇത് റെഡിയായി. ഇനി ബാക്കിയുള്ളത് കൂടി ഇങ്ങനെ ചുട്ടെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.